5 DSE ഇന്ത്യൻ ലിറ്ററേച്ചറിലെ മൊഡ്യൂൾ 1 ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് മൊഡ്യൂൾ ഈസ് അബൌട്ട് എസ്സേസ്. അപ്പോൾ MK നായകിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള വർക്കിലെ ചാപ്റ്റർ 1 ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ദ ടൈറ്റിൽ ഇസ് ദ ലിറ്റററി ലാൻഡ്സ്കേപ്പ്, ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. സോ MK നായക് അഥവാ മധുകർ കൃഷ്ണ നായക്, അദ്ദേഹം ഒരു ഫോർമോസ്റ്റ് ലിറ്റററി ഹിസ്റ്റോറിയനാണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ ക്രിട്ടിക്കും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഹിസ്റ്റോറിയൻ, സ്കോളർ, പ്രൊഫസർ ആയിരുന്നു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലെ. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ ഒരു സീരിയസ് ആയിട്ടുള്ള അക്കാഡമിക് ഡിസിപ്ലിൻ ആക്കി മാറ്റിയത് ഇദ്ദേഹത്തിനൊരു വലിയ പങ്കുണ്ട്. മേജർ വർക്ക്സ് നമുക്ക് പഠിക്കാനുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉണ്ട്. പിന്നെ പേഴ്സ്പെക്റ്റീവ്സ് ഓൺ ഇന്ത്യൻ ഡ്രാമ ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞൊരു വർക്കും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഒരുപാട് വർക്ക്സ് ഉണ്ട്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സാണ് ഞാനിവിടെ പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ചാപ്റ്റർ 1 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, പൊതുവായിട്ട് പറയാം, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ ഗ്രോത്തിനെക്കുറിച്ചും ഒറിജിനെക്കുറിച്ചും ഇദ്ദേഹം ഈ വർക്കിനകത്ത് പറയുന്നു. അതിൻ്റെ സ്കോപ്പ് എന്താണെന്നും ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ആംഗ്ലോ ഇന്ത്യൻ ലിറ്ററേച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ്, ലിറ്റററി മൂവ്മെൻറ്റ്സ്, ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചും നമ്മുടെ ഇന്ത്യൻ റൈറ്റേഴ്സ്, ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യൻ റൈറ്റേഴ്സിൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചുമാണ് അദ്ദേഹം ഈ വർക്കിനകത്ത് ജനറലായിട്ട് പറയുന്നത്. സോ ചാപ്റ്റർ 1 ആണ് ഈ വർക്കിനകത്ത്, അല്ലെങ്കിൽ ഈ ബുക്കിലെ ചാപ്റ്റർ 1 മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ ചാപ്റ്റർ 1 ടൈറ്റിലാണ് ദ ലിറ്റററി ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ്, അതായത് എങ്ങനെ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒറിജിനേറ്റഡ് ആയി, എന്താണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ആരൊക്കെ അല്ലെങ്കിൽ വിച്ച് റൈറ്റേഴ്സ് ബിലോങ് ടു ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ആൻഡ് എന്തുകൊണ്ട് ഇതിനെ ഇന്ത്യൻ ലിറ്ററേച്ചറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ, MK നായക് ബിഗിൻ ചെയ്യുന്നത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എമേർജ് ചെയ്തതിൻ്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള എൻകൗണ്ടർ കൊണ്ടാണ്. 18th സെഞ്ച്വറിയിലുള്ള, അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡെവലപ്പ് ആയത്. കാരണം ബ്രിട്ടീഷുകാരാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജും ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിന് ശേഷമാണ്. സോ അദ്ദേഹം ഇന്ത്യയെ ഒരു വിതേർഡ് ട്രങ്കായിട്ടാണ് കാണുന്നത്. അതായത് വിതേർഡ് ട്രങ്ക് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷുകാരുടെ ഒരു എഡ്യൂക്കേഷൻ പോളിസിയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഇവിടെ ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എമേർജ്ഡ് ആയത്. അപ്പോൾ ഇന്ത്യൻസ് ഇംഗ്ലീഷിൽ എഴുതാൻ തുടങ്ങി ലിറ്റററി വർക്ക്സ്. അങ്ങനെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഡെവലപ്ഡ് ആയത്. സോ ഇവിടെ ഓതർ പ്രസൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊളോണിയലിസം മൂലമാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒറിജിനേറ്റഡ് ആയത്. ഇംഗ്ലീഷ് കൊളോണിയൽ റൂളിലൂടെ മാത്രമാണ് വന്നതെങ്കിലും ഇന്ത്യൻസ് ആണ് ഗ്രാജുവലി അതിനെ ഒരു മീഡിയം ഓഫ് എക്സ്പ്രഷൻ ആക്കി മാറ്റി ട്രാൻസ്ഫോം ചെയ്തത്. ഇനി അദ്ദേഹം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു ഫ്രേസിനെ ഡിഫൈൻ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ്. കാരണം ഒരുപാട് സ്കോളേഴ്സ് ഒരുപാട് ഡിഫറെൻറ്റ് നെയിംസിലാണ് ഇതിനെ പറയുന്നത്. ചിലർ ഇതിനെ ഇൻഡോ ആംഗ്ലിയൻ ലിറ്ററേച്ചർ എന്ന് പറയുന്നു, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നു, ഇൻഡോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നു. ചില സ്കോളേഴ്സ് ആണെങ്കിൽ ആംഗ്ലോ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ള വാക്കുമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ. പക്ഷേ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ആംഗ്ലോ ഇന്ത്യൻ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് ഓഫ് ഇന്ത്യൻ വർക്ക്സോ ഒന്നുമല്ല. അപ്പോൾ ഓതർ ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു കൺഫ്യൂഷൻ ഈ ഒരു ടെർമിനോളജിയിൽ, അത് തന്നെയാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിക്കുന്നതിലുള്ള ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ. കാരണം ഓരോ സ്കോളേഴ്സും ഡിഫറെൻറ്റ് നെയിംസാണ് ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ അത്യാവശ്യമാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന്. MK നായക് പിന്നീട് സെവറൽ ക്രിട്ടിക്സ് ഈ ഒരു ടേമിനെ മിസ്അണ്ടർസ്റ്റുഡ് ചെയ്തത് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, EF ഓട്ടൻ എന്ന് പറഞ്ഞ ഒരു ക്രിട്ടിക്ക്, OATEN, അദ്ദേഹം കുറച്ച് നമ്മുടെ ഇന്ത്യൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള സരോജിനി നായിഡു, രവീന്ദ്രനാഥ് ടാഗോർ, ടോറു ദത്ത്, ഇവരെ പോലുള്ള റൈറ്റേഴ്സിനെയൊക്കെ ആംഗ്ലോ ഇന്ത്യൻ ലിറ്ററേച്ചറിൻ്റെ കീഴിലാണ് ഇവരൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഭൂപൽ സിംഗ് എന്ന് പറഞ്ഞൊരു ക്രിട്ടിക്ക്, അദ്ദേഹം ബ്രിട്ടീഷ് റൈറ്റേഴ്സിനെയും ഇന്ത്യൻ റൈറ്റേഴ്സിനെയും മിക്സ്ഡ് ആക്കിയാണ് എപ്പോഴും പറയുന്നത്. VK ഗോഖക് എന്നുള്ള ക്രിട്ടിക്ക്, അദ്ദേഹമാണ് ഇൻഡോ ആംഗ്ലിയൻ ലിറ്ററേച്ചറിനെയും ഇൻഡോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞത്. ഇൻഡോ ആംഗ്ലിയൻ ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ഒറിജിനൽ ഇംഗ്ലീഷ് റൈറ്റിംഗ് ബൈ ഇന്ത്യൻസ് എന്നും
ഇൻഡോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് വെച്ചാൽ ട്രാൻസ്ലേഷൻസ് എന്നുമാണ് VK ഗോഖക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ഇനി KR ശ്രീനിവാസ അയ്യങ്കർ ആണെങ്കിൽ അദ്ദേഹം എന്താ ചെയ്തത്? ടാഗോറിൻ്റെ ട്രാൻസ്ലേറ്റഡ് വർക്ക്സിനെയാണ് അദ്ദേഹം ഈ ഇൻഡോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ഒരുപാട് പേര് എന്തെന്നാ പറഞ്ഞേക്കുന്നത്, ഓരോ ഈ ടെർമിനോളജിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓരോ രീതിയിലാണ്. അതായത് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള ടെർമിനോളജിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓരോ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രിസൈസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ക്ലിയർ ഡെഫിനിഷൻ ഇതിന് വേണം, നെസസറിയാണ്. സോ MK നായക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് കൊടുത്തു. എന്തായിരുന്നു ആ ഒരു ഡെഫിനിഷൻ? ലിറ്ററേച്ചർ ഒറിജിനലി റിട്ടൺ ഇൻ ഇംഗ്ലീഷ് ബൈ ഓതേഴ്സ് ഹു ആർ ഇന്ത്യൻ ബൈ ബർത്ത്, ആൻസസ്ട്രി ഓർ നാഷണാലിറ്റി. ഇന്ത്യക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ വംശത്തിൽ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ എഴുതുന്നു. അതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് ആര് ഡിഫൈൻ ചെയ്തു? MK നായക്ക് ഡിഫൈൻ ചെയ്തു. അപ്പോൾ അതിനകത്ത് ആംഗ്ലോ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നില്ല, ട്രാൻസ്ലേഷൻസ് ഒന്നും വരുന്നില്ല, ബ്രിട്ടീഷ് റൈറ്റേഴ്സ് റൈറ്റിംഗ് അബൌട്ട് ഇന്ത്യ എന്നുള്ള ഡെഫിനേഷനും വരുന്നില്ല. സോ ഇതാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനെ MK നായക്ക് ഡിഫൈൻ ചെയ്ത്. ഇന്ത്യക്കാരായിട്ടുള്ള റൈറ്റേഴ്സ് ഇംഗ്ലീഷിൽ എഴുതുന്നു. സോ MK നായക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, റുഡ്യാർഡ് കിപ്ലിംഗ്, EM ഫോസ്റ്റർ, പോൾ സ്കോട്ട് പോലെയുള്ള റൈറ്റേഴ്സ്, അവരെ ഒന്നും നമുക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് എന്ന് കൺസിഡർ ചെയ്യാൻ പറ്റുകയില്ല. അവർ ഇന്ത്യയെക്കുറിച്ച് എഴുതിയിട്ടുള്ള റൈറ്റേഴ്സാണ്, പക്ഷേ അവർ ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ ബിലോങ് ചെയ്യുന്ന റൈറ്റേഴ്സാണ്. ഇന്ത്യയെക്കുറിച്ച് എഴുതി എന്ന് പറഞ്ഞതുകൊണ്ട് ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്റേഴ്സ് നമുക്ക് ഇത്രയും പേരെ വിളിക്കാൻ പറ്റില്ല. അവരെല്ലാം ബ്രിട്ടീഷ് ലിറ്ററേച്ചറിലുള്ള ആളുകളാണ്, റൈറ്റേഴ്സാണ്. അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻസ് ഇൻറ്റു ഇംഗ്ലീഷും അതും ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ കീഴിൽ വരുന്നതല്ല. അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ രവീന്ദ്രനാഥ് ടാഗോർ ഗീതാഞ്ജലി എന്നുള്ള വർക്ക് ബംഗാളി ലാംഗ്വേജിലാണ് എഴുതിയിട്ടുള്ളെങ്കിലും അദ്ദേഹം തന്നെയാണ് ഇംഗ്ലീഷിലോട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ നാഷണാലിറ്റിയും ഒറിജിനാലിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. റൈറ്റിംഗ് അബൌട്ട് ഇന്ത്യ എന്നുള്ളതുകൊണ്ട് മാത്രം അയാൾ ഒരിക്കലും ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് റൈറ്ററായിട്ട് മാറത്തില്ല. ഇനി MK നായക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിനകത്ത് ഇന്ത്യൻ സെൻസിബിലിറ്റിയാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലൂടെ അവർ റൈറ്റേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് മീഡിയമായിട്ട് മാറിയെന്നേ ഉള്ളൂ. ഇനി ആംഗ്ലോ ഇന്ത്യൻ റൈറ്റേഴ്സ് ആയിട്ടുള്ള റസ്കിൻ ബോണ്ട്, ഹെൻറി ഡെറോസിയോ, ഇവരുടെയൊക്കെ ഇന്ത്യൻ ഐഡൻറ്റിറ്റി അവരുടെ റൈറ്റിങ്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ എക്സെപ്ഷണൽ കേസസ് ഓഫ് റൈറ്റേഴ്സിൻ്റെ കാര്യവും പറയുന്നുണ്ട്. ആനന്ദ് K കുമാരസ്വാമി എന്നുള്ളൊരു റൈറ്റർ, അദ്ദേഹം ജനിച്ചത് ഇന്ത്യക്ക് വെളിയിലാണെങ്കിലും അദ്ദേഹം എഴുതുന്ന ഐഡിയാസ് ഫുൾ ഇന്ത്യയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുള്ള ഐഡിയാസാണ്. VS നെയ്പോൾ, അദ്ദേഹത്തിന് ഇന്ത്യൻ ആൻസസ്ട്രി ഉണ്ടെങ്കിലും അദ്ദേഹത്തിനെ വെസ്റ്റ് ഇന്ത്യൻ റൈറ്ററായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിനകത്ത് അദ്ദേഹം ഒരു കരീബിയൻ റൈറ്ററായിട്ടാണ്, അല്ലെങ്കിൽ കരീബിയയുമായിട്ട് ബന്ധപ്പെട്ട റൈറ്റിങ്സാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ റൂത്ത് പ്രവർ ജപ്വാല, അദ്ദേഹം ജർമ്മനിയിൽ പോളിഷ് പേരൻസിലാണ് ജനിച്ചത്, പക്ഷെ കല്യാണം കഴിച്ചത് ഇന്ത്യയിലും ജീവിച്ചത് ഇന്ത്യയിലുമാണ്. ആൻഡ് ഇന്ത്യൻ ലൈഫിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറേ എക്സെപ്ഷണൽ കേസസും ഉണ്ട്. അപ്പോൾ ലിറ്റററി ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കൾച്ചറൽ എക്സ്പീരിയൻസിനെയും ആർട്ടിസ്റ്റിൻ്റെ വിഷനെയും ബേസ് ചെയ്തിട്ടാണ്, അല്ലാതെ മിയർ ബർത്ത് പ്ലേസിനെ മാത്രം വെച്ചിട്ട് അല്ല. MK നായക്ക് പിന്നെ ആർഗ്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലിറ്ററേച്ചറോ ഒന്നും അല്ല, ഇന്ത്യൻ ലിറ്ററേച്ചറാണ് ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഓക്കെ, എന്ന് വെച്ചാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റസ് ആണ്. പിന്നെ ഇതേ ഡിസിപ്ലിൻ അദ്ദേഹം ഡിഫറെൻറ്റ് നെയിംസ് അദ്ദേഹം തന്നെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻഡോ ആംഗ്ലിയൻ ലിറ്ററേച്ചറിനെ ഒറിജിനെക്കുറിച്ച്, ഇന്ത്യൻ റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷിൻ്റെ ഒറിജിനെക്കുറിച്ച്, ഇൻഡോ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്താണ്, ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെയൊക്കെ ഒറിജിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ ചില ടേംസ് ഇന്നാക്കുറേറ്റ് അല്ലെങ്കിൽ കുറച്ച് കൺഫ്യൂസിങ് ആണ് അക്കാഡമിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുമ്പോൾ. സോ സ്കോളേഴ്സ് അല്ലെങ്കിൽ റൈറ്റേഴ്സ് ആക്യുറേറ്റ് ആയിട്ട് നെയിംസ് തന്നെ യൂസ് ചെയ്യണം. പക്ഷേ MK നായകിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് തന്നെയാണ്. ഓക്കെ, അതായത് ഇന്ത്യക്കാർ ഇംഗ്ലീഷിനെ ഇന്ത്യനൈസ് ചെയ്ത് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ഇന്ത്യൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്നുള്ള ടേമാണ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ടേം എന്നാണ് അദ്ദേഹം പറയുന്നത്.